സ്റ്റാർട്ട്. ഹായ്, അപ്പം വെൽക്കം ടു റെനീസ് ബ്യൂട്ടിഫുൾ വേൾഡ്. നമ്മൾ കണ്ടിട്ട് ഒരാഴ്ചയായി, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞാൻ നിങ്ങളെ മറന്നിട്ടില്ല. ഇന്ന് ഞാൻ വേറൊരു സബ്ജക്റ്റായിട്ട് വന്നേക്കുന്നത്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഹെൽത്തിനെ പറ്റിയ ഒരു ചെറിയ കൊച്ചറിവുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. അപ്പം ബിക്കോസ് ഹെൽത്ത് ഈസ് വെൽത്ത് അല്ലേ. അപ്പം ഹെൽത്തിനെ നമുക്ക് ഹെൽത്ത് നമുക്ക് എങ്ങനെ കൊണ്ടു നടക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിന്നിവിടെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പം ഞാനിന്ന് പറയാൻ പോകുന്നത് ഗട്ട് ഹെൽത്തിനെ കുറിച്ചാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഗട്ട് ഹെൽത്ത്? അത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് ഗട്ട് ഹെൽത്ത്. കാരണം എല്ലാവർക്കും ഗട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. മറ്റൊന്നുമല്ല, നമ്മുടെ കുടൽ, നമ്മുടെ സ്റ്റമക്ക്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൻ്റെ ആരോഗ്യത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഇന്നത്തെ ഈ മോഡേൺ ലൈഫ് നമ്മൾ ഒത്തിരി ബിസിയാണ്. അപ്പം നമുക്ക് അതുപോലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലാണ് നമ്മുടെ. അപ്പം നമ്മൾ എന്തിനെ ആശ്രയിക്കും? നമ്മൾ പ്രോസസ്ഡ് ഫുഡ് കഴിക്കും. അതുപോലെ അസുഖം വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ ആൻറ്റിബയോട്ടിക്, ഇതെല്ലാം നമ്മുടെ ഗട്ടിനെ ഒത്തിരി ബാധിക്കും. അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഹാപ്പി അല്ല. അപ്പം മാത്രമല്ല, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിയർലി 100,000 ട്രില്യൺ അല്ലെങ്കിൽ 100 ട്രില്യൺ ബാക്ടീരിയാസ് ഉണ്ട്. നമ്മൾ മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പം നമ്മൾ ഓർക്കും, മൈക്രോ ഓർഗാനിസം, അപ്പോൾ അത് അസുഖം ഉണ്ടാക്കല്ലേ, അത് നമ്മുടെ ഉണ്ടാവാൻ പാടുണ്ടോ? അങ്ങനെയല്ല. ഈ മൈക്രോ ഓർഗാനിസംസ് ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ, ഡൈജഷനെ എല്ലാം ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് ഈ ബാക്ടീരിയാസ്, നമ്മുടെ ഇതിൽ ഗുഡ് ബാക്ടീരിയാസും ഉണ്ട്, ബാഡ് ബാക്ടീരിയാസും ഉണ്ട്. ഈ ബാക്ടീരിയാസ് ആണ് നമ്മുടെ ഫുഡ് ഡൈജഷൻ ചെയ്യാനും അതുപോലെ ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ബിക്കോസ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് യൂസേജ് കാരണവും അതുപോലെ പ്രോസസ് ഫുഡ് എല്ലാം കാരണം ഒത്തിരി ഗുഡ് ബാക്ടീരിയാസ് നശിച്ചു പോകും നമ്മുടെ വയറ്റിൽ. അപ്പോൾ അതിനെ എങ്ങനെ നമുക്ക് റീഗെയിൻ ചെയ്യാം, അതിനെ നമുക്ക് വളർത്താനായിട്ട് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം എന്നുള്ളൊരു ടിപ്പാണ് ഞാൻ പറയുന്നത്. ഇപ്പം നമുക്ക് തന്നെ നമ്മളിപ്പം പ്രോസസ്ഡ് ഫുഡ് ഒഴിവാക്കുകയാണെങ്കിൽ അത് ഒത്തിരി നല്ല കാര്യം. അതുപോലെ ഫൈബർ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക, നന്നായി വെള്ളം കുടിക്കുക, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പം സൂപ്പർ മാർക്കറ്റുകളിൽ ഇത് അവൈലബിൾ ആണ്. അത് വേറെ ഒന്നുമല്ല, യോഗട്ട്. അതായത് നിങ്ങൾ കണ്ടോ, ഗട്ട് ഹെൽത്ത് യോഗട്ട്. അതായത് ലൈവ് കൾച്ചർ, ഇതിനകത്തുള്ള പ്രോബയോട്ടിക് യോഗട്ടുകളാണിത്. കണ്ടോ, ഡിഫറെൻറ്റ് ബ്രാൻഡുകൾ സൂപ്പർ മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. കണ്ടോ, ഇതെല്ലാമാണിത്. ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലും കിട്ടും. ഇതിപ്പം ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ടെസ്കോയിലോ മോറിസണിലോ മാർക്ക് ആൻഡ് സ്പെൻസറിലോ ലിഡിലിലോ ആൽഡിയിലോ ഏത് സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊന്നുമില്ല, ഇപ്പം നിങ്ങൾ നാട്ടിലാണ്, നിങ്ങൾക്കിപ്പോൾ കടയിൽ നിന്ന് ഇത് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. ഇത് വേറെ ഒന്നുമല്ല, തൈര് ഒഴിച്ച് വെക്കുക പാലിൽ, എന്നിട്ട് അധികം പുളിക്കാത്ത തൈര് കഴിക്കുക. പുളി കൂടിക്കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യില്ല പ്രോപ്പറായിട്ട്. അതുകൊണ്ട് പുളി അധികം ഇല്ലാത്ത തൈരാണ് നമ്മൾ കഴിക്കേണ്ടത്. അതെന്ന് വെച്ചാൽ ഇപ്പോൾ രാത്രി നിങ്ങൾ ഒരു 12 hours കറക്റ്റ് ഇത് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അത് അപ്പം തന്നെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ അതധികം പുളിക്കില്ല. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ വിചാരിക്കുന്നത് ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കുന്നു. അതുപോലെ നന്നായി വെള്ളം കുടിക്കുക. അപ്പം ഇതെല്ലാം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് ഞാൻ ഓർക്കണു. അപ്പം നിങ്ങളുടെ ബ്ലോട്ടിംഗ് ഉണ്ടെങ്കിലോ അതല്ലെങ്കിൽ ഇപ്പം ഡയറിയ, അങ്ങനത്തെ ഒത്തിരി പ്രോബ്ലംസ് എന്തെങ്കിലും ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് ഉണ്ടെങ്കിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കൂ. കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അടുത്തത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരണം, ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണോ എന്ന് പറയുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.